വെൽക്കം ജേജു. എന്താണ് കാണിക്കണ? അപ്പൊ ഇന്നത്തെ വ്ലോഗ് എന്താന്ന് വെച്ചാല് നമ്മ റുവ ബേബിനെ ഡേ കെയറിലാക്കാൻ പോണേണ് ഗൈസ്. അല്ലേ റുവാപ്പി? കാരണം വേറൊന്നുമില്ല, ഞാനും കൂടെ ഷോപ്പിൽ വന്ന കാരണം റുവ ബേബി ഒന്നാമത് ഇവിടെ നല്ല ചൂടാണ്. അപ്പൊ അവക്ക് പറ്റണല്ല. പോരാത്തിന് ഇപ്പൊ വയ്യാണ്ടൊക്കെ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയിരുന്നല്ലോ. അപ്പൊ ഇവിടെ അടുത്ത് തന്നെ തൊട്ടപ്പുറത്താണ്ട് ഒരു ഡേ കെയർ ഉണ്ട്. അപ്പൊ അവിടുത്തെ ടീച്ചർ വന്നിട്ടുണ്ടായി ഒരു ദിവസം നമ്മുടെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായി. അപ്പൊ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ജസ്റ്റ് ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ചു. എങ്ങനെയാണ് അവിടുത്തെ ഇതും എല്ലാം ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ നമ്മൾ ജസ്റ്റ് അപ്പു പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകണേണ്. അപ്പു വന്നിട്ട് ഞാനും റുവ ബേബിയും അപ്പും കൂടെ ജസ്റ്റ് ഒന്ന് അവിടെ പോയി നോക്കാന്ന് വിചാരിച്ച്. ആളിരിക്കോ ഇല്ലയെന്ന് പറഞ്ഞൂടാ. പിന്നെ ആള് പിന്നെ എല്ലാവരായിട്ടും പെട്ടെന്ന് മിങ്കിളാവും. കാരണം ഇവിടെ വന്ന കസ്റ്റമേഴ്സിൻ്റെ അടുത്തൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലും. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാരോടൊക്കെ ഒന്ന് കൈ കാണിച്ചിട്ട് തന്നെ അങ്ങോട്ട് ചെല്ലണ ആളാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ച്. 2 ദിവസം ഞാൻ ഇരുത്തി നോക്കിയിട്ട് എങ്ങനെയാണ് ആളുടെ റിയാക്ഷൻ എന്ന് അറിയാമെന്ന് വിചാരിച്ച്. അപ്പൊ അതിനു മുമ്പ് അപ്പു ബാഗൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയിക്കണേണ്. അപ്പൊ അപ്പു വരുമ്പോ ഞാൻ അതൊക്കെ കാണിച്ചു തന്നിട്ട് നമ്മ അവിടെ പോയി ചോദിക്കണ വീഡിയോ ഒക്കെ ആഡ് ചെയ്യാട്ടാ ഗൈസ്. അപ്പൊ അപ്പു ബാഗ് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് എടുത്തിട്ടുള്ളൂ. ആകെ കൂടുതൽ എടുത്തേക്കണ ഈ ലേഡീസ് ബാഗാണല്ലേ. ഇത് ലെതറിന്റെ ബാഗില്ലേ, നമുക്ക് ഇങ്ങനെയൊക്കെ വെയർ ചെയ്യാൻ പറ്റിയത്. ജെൻസും ലേഡീസും ഇടും, ജെൻസും ഇടും. പിന്നെ ഇത് ചെസ്റ്റ് ബാഗ് കണ്ട, ഇതിന്റെ കുറെ കളക്ഷൻസ് ഉണ്ട് കേട്ടാ. റെഡ്, ബ്ലാക്ക്, ഗ്രീൻ കണ്ട ചെസ്റ്റ് ബാഗ്. പിന്നെ ഇങ്ങനത്തെ പേഴ്സായിട്ട് നമുക്ക് ഇത് സാധാ അല്ലാട്ട് ഇതൊരു ഫോറിനേഴ്സിന്റെ ഒക്കെ ലുക്കില്ലേ അല്ലേ പേഴ്സിനായാലും. കണ്ട അങ്ങനത്തെ പേഴ്സുകള്. പിന്നെ സൈഡായിട്ട് നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റിയ ബാഗായിട്ട് ഫോണൊക്കെ മാത്രം ഇടാൻ പറ്റിയത്. പിന്നെ ജിമ്മിന് പോകാൻ പറ്റിയ ബാഗ്, ജിമ്മിന് പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ബാഗുകൾ. ഏറ്റവും നമ്മൾ ചീപ്പ് റേറ്റിനാണ് ഇതൊക്കെ കൊടുക്കണം. പിന്നെ കണ്ട ഇങ്ങനത്തെ ഒരു എസ്തെറ്റിക് മോഡൽ ബാഗ്സ് ആണ്. നോക്കിക്കേ, കണ്ടോ ഇതൊക്കെ അടിപൊളി. ക്ലോത്ത് ആയാലും നല്ല ക്ലോത്തും ആണ്, മോഡലും എല്ലാം. ഇതൊക്കെ പിന്നെ നമുക്ക് കാഷ്വൽ ആയിട്ട് ഇടാൻ പറ്റുക. ഇത് സാധാ ഒരു ഇതല്ല, ഫോറിനേഴ്സ് അങ്ങനത്തെ ഒരു ടച്ചുള്ള ബാഗാണ് കേട്ടോ. കണ്ടോ ഇത് കണ്ടോ, ഗ്രാഫിക്സും ഇതൊക്കെ നല്ല അടിപൊളിയാണ്. നല്ല വലിയ ബാഗുമാണ്. നമുക്ക് എല്ലാം ഇപ്പൊ എനിക്കാണെങ്കിൽ റുവ ബേബിയുടെ എല്ലാ സാധനം ഇതാക്കണം. ഞാൻ വലിയ ബാഗായി യൂസ് ചെയ്യണം. അപ്പൊ കുറച്ച് മോഡേൺ ആയിട്ടും എല്ലായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ ബാഗാണ് ഇതൊക്കെ. അടുത്തത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായി, നമ്മൾ 100 പീസ് ബേബീസിന്റെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ബോയ്സിന്റെ, അത് ഗേൾസിന്റെ. അപ്പൊ എനിക്ക് ഇന്നലെ വീഡിയോയിൽ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ കുറച്ച് പിങ്ക് ഗേളിന്റെ, ബ്ലൂ ബോയിന്റെ. അപ്പൊ ഇത്രയും പീസസ് ഉണ്ട്. നമ്മ ഇതൊക്കെ ഫസ്റ്റ് തന്നെ പറയുന്നത് നമ്മൾ ചീപ്പ് റേറ്റിനാ കൊടുക്കണം. നമുക്ക് പുറത്തിടുന്ന ഡ്രസ്സൊക്കെ പിള്ളേരുടെ 190 ആണ് സ്റ്റാർട്ടിങ്. വീട്ടിലിടുന്നതൊക്കെ 50, 60 അത്ര റേറ്റിനൊക്കെ നമ്മൾ കൊടുക്കണത്. ഇതൊക്കെ 290, 350 ആ റേറ്റിനൊക്കെ ഉണ്ട് ഇതൊക്കെ. പിന്നെ ബാഗൊക്കെ ആയാലും ഞാൻ റേറ്റ് പറഞ്ഞില്ലേ, ബാഗൊക്കെ ആയാലും എല്ലാം ചീപ്പ് റേറ്റ് ആണ്. 200 തൊട്ടിട്ടാണ് സ്റ്റാർട്ടിങ്. ബാഗ് ഞാൻ നേരത്തെ കാണിച്ചതില്ല, ബാഗൊക്കെ ഓരോ മോഡൽസ് കാണിച്ചത് കേട്ടോ. ഇതൊക്കെ ഫ്രോക്ക്. ഇവിടെ ന്യൂ ബോൺ ബേബി തൊട്ടിട്ടുണ്ട് കേട്ടോ. ന്യൂ ബോൺ ബേബി തൊട്ട് സ്റ്റാർട്ടിങ് ആണ്. ഇനിയിപ്പോൾ ഇൻഷാല്ല നോമ്പൊക്കെ ആയിട്ട് പുതിയ കളക്ഷൻസ് ഇതൊക്കെ വരും. നെയ്റ്റികളായാലും എല്ലാം. പ്രെയർ ഡ്രസ്സൊക്കെ എടുക്കണമെന്ന് ഇതുണ്ട് അല്ലേ. പിന്നെ എന്താണ് ചുരിദാർ ടോപ്പിന്റെ ഇതൊക്കെ സെറ്റ് ആയിട്ടുള്ള ടോപ്പും ട്രൗസേഴ്സ് ഇല്ലേ പിള്ളേരുടെ, അങ്ങനത്തെ സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റിയത് ഉണ്ടോ. ഇങ്ങനത്തെ മാറ്റൊക്കെ കേട്ടോ. ഞാൻ അപ്പോൾ കുറച്ച് മോഡൽസ് മാത്രം എടുത്തിട്ട് ജസ്റ്റ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ നെറ്റിൻ്റെ വന്നിട്ടുണ്ടായിട്ടോ. നെറ്റിൻ്റെ പീസൊക്കെ തീർന്ന്. പിള്ളേർക്ക് പുറത്തൊക്കെ ഇടാൻ പറ്റിയ നെറ്റിൻ്റെ കുറച്ച് വർക്കൊക്കെ ഉള്ള ഫങ്ഷനൊക്കെ പോകാൻ പറ്റിയ വേടുന്ന ഡ്രസ്സൊക്കെ വന്നിട്ടുണ്ടായി. അതൊക്കെ തീർന്ന് കുറച്ച് പീസ് ഉണ്ടായി. അതൊക്കെ
ഗേൾസിന്റെ ഇതൊക്കെ ഒരു റുവാപ്പിനെ കാണിച്ചു കൊടുത്ത്. ഞാൻ നേരത്തെ നോക്കിയപ്പോ അങ്ങനെ ഇരുന്നേച്ച ആള് തിരിഞ്ഞിട്ട് ബാക്കിലോട്ട് തിരിഞ്ഞിരിക്കണം. നാളെ തൊട്ട് ഡേ കെയറിൽ ഒരു മോഡലാണ് ടീഷർട്ട് ഇങ്ങനത്തെ ഒരു മോഡലും ട്രൗസർ ഇങ്ങനെ ഒരു ബെൽറ്റ് തന്നെ മോഡലൊക്കെ ഉണ്ട്. അതിന്റെ കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബോയ്സിന് റോംബേഴ്സ് കോട്ട് സെറ്റുകള് ഇതാ സെയിം ആണ്. ഞാൻ കുറച്ച് പീസ് മാത്രം എടുത്ത് ഇങ്ങനെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി എടുത്തേട്ടാ. ഇതാ ബ്ലൂവിന്റെ വൈറ്റ്. ഇത് കഴിഞ്ഞിട്ട് വേണം കണ്ട ഇതൊരു കോട്ട് സെറ്റ് പോലത്തെ, കോട്ട് സെറ്റ് അല്ല കോൺട്രാസ്റ്റ് പോലത്തെ കളറിന്റെ. ഇത് കഴിഞ്ഞിട്ട് വേണം നേഴ്സറി പോയി ചോദിക്കാൻ. അവിടെ പിന്നെ എൻ്റെ ഫ്രണ്ടിന്റെ മോളും ഉണ്ട് അയിനു അവിടെ തന്നെ. ഇട്ടോക്കാം നമുക്ക്. ഇത് ബോയ്സിന്റെ കേട്ടാ. ബോയ്സ് ഇടാ ഗേൾസ് ഇടാ. ഫുൾ ഡ്രസ് ഇല്ലേ, ഫുൾ ഡ്രസ് അങ്ങനത്തെ ഇതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് പീസ് എടുത്തിട്ട് കാണിച്ചു തരാന്ന് വിചാരിച്ചു. കണ്ട ഇതൊരു ബേബി പിങ്കില് തന്നെ ഇങ്ങനത്തെ ഒരു മോഡല്. ഇതും ട്രൗസർ വൈറ്റ് ആണ്. ട്രൗസർ വൈറ്റ് സിമ്പിൾ ആയിട്ട് ഞങ്ങൾക്ക് പോവാൻ പറ്റിയത്. ഇതൊരു റോംബറാണ് കേട്ടോ. കളർ ചേഞ്ചും ഉണ്ട്. ഒരു ഗ്രേപ്പ് കളറിലെന്തോ റോംബർ ടൈപ്പ് കണ്ടോ. ഇങ്ങനെ ഒരു പൂവൊക്കെ വന്ന പോലത്തെ. അതല്ല ബട്ടർഫ്ലൈ. പിന്നെ ഇങ്ങനെ റോംബർ. അതിൻ്റെ തന്നെ കളർ ചേഞ്ച് കണ്ട. വേറെ ഡെനിമിൻ്റെ ഉണ്ട്. നല്ല നല്ല മോഡൽസ് ഉണ്ട്. ഞാൻ അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് ഇന്നലെ വീഡിയോ കാണിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് ഈ വീഡിയോയിൽ ആഡ് ചെയ്യണമെന്നുള്ളൂ. നമുക്കപ്പം നഴ്സറിയിലോട്ട് പോവാം അല്ലേ? പോയി നോക്കാം. വാ റാഫി ഡേ കെയറിലിട്ട് റാഫി ഇപ്പൊ ചോദിച്ചിട്ട് നിന്നെ ആക്കോടി അവിടെ ആക്കോടി. റുവാപ്പിനറിയോ? അതിന് റുവാപ്പിനറിയോ? വന്നിച്ചിരിക്കുന്നു അതിന്. ബൈ. വാനുണ്ടോ ഷെയർവാൻ്റെ അടുത്തുണ്ടോ? ഗൈസ് അങ്ങനെ രാത്രി ഷോപ്പ് ക്ലോസ് ചെയ്ത് ഞാൻ വാപ്പിന്റെ ഷോപ്പിലോട്ട് വന്നിരിക്കുന്നതാണ്. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാൽ റുവ ബേബിക്ക് കുറച്ച് നാളെ ഡേ കെയറിൽ പോകണം. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ബാഗ് ടിഫിൻ ബോക്സ് വാട്ടർ ബോട്ടിൽ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പൊ അതൊക്കെ വാങ്ങണം. അപ്പോഴത്തേക്ക് അനുവും അപ്പവും കൂടെ ഒന്ന് കൊച്ചി പോയതിനാണ്. അപ്പൊ അവര് വന്നിട്ട് നമുക്ക് റുവ ബേബിക്ക് സാധനം വാങ്ങാൻ വേണ്ടി സിൽക്കൺ ഹൈപ്പർ മാർക്കറ്റിൽ പോകണം. അപ്പൊ ഞാൻ അതൊക്കെ കാണിച്ചു തരാം. നമ്മിപ്പോ അങ്ങനെ സിൽക്കണിലാണ്. അപ്പോൾ ഓൾറെഡി കൊച്ചി പോയപ്പോ റുവ ബേബിക്ക് ബാഗൊക്കെ എടുത്തു ഓൾറെഡി. പിന്നെ റുവ ബേബിക്ക് കുറച്ച് വേറെ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ഇപ്പൊ ഞാൻ ലോഷൻ തീർന്നിരിക്കുന്നതാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് സെറ്റാഫിൽ ഒന്ന് ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്ത് നോക്കാന്ന് വിചാരിച്ച്. പക്ഷെ സെറ്റാഫിൽ ഇവിടെ ഇല്ല, കാണണില്ല. അന്ന് വന്നപ്പോ ഉണ്ടായി. ഞാൻ പിന്നെയും അഭിനോനെ എടുത്തേക്കണം. പിന്നെന്താണ് നീ വൈപ്സ് പാമ്പേഴ്സ് തീർന്നിരിക്കുന്നതാണ്. പാമ്പേഴ്സ് പിന്നെ ടിഫിൻ ബോക്സ് ബോട്ടിൽസ് ഒക്കെ വാങ്ങാനുണ്ട്. ബാ പാമ്പേഴ്സ് ഇപ്പൊ ചെറുത് മതിയല്ലേ? കാരണം നമ്മൾ ഓൾറെഡി ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നമ്മുടെ ആവശ്യത്തിന് ഞാൻ ലാസ്റ്റ് ടൈം ആയപ്പോഴാണ് അപ്പൂടെ പറഞ്ഞ പാമ്പേഴ്സ് തീർന്നത്. അപ്പൊ ഇപ്പൊ ആവശ്യത്തിന് വേണ്ടി ചെറിയൊരു എടുത്താൽ മതി. കാരണം ഓൺലൈൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ വൈപ്സ് തീരാറായി. പോണാറിന് വൈപ്സ് വേണ്ടേ? അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു. എന്നാലും ഞാൻ വൈപ്സ് യൂസ് ചെയ്യാറുണ്ട് റുവാപ്പിക്ക്. ബോക്സും ബോട്ടിൽസ് ഒക്കെ നോക്കണ്ടേ? വാ മോൾഡ് ഇങ്ങനത്തെ സ്പൂണാ വേണ്ടത്. കുഞ്ഞ് സ്പൂൺ വേണം 2 എണ്ണം.
പക്ഷെ ഇത് സെറ്റ് ആയിട്ടല്ലെങ്കിൽ സ്പൂൺ മാത്രം മതി. ഓൾറെഡി അവൾക്കൊരു ബോക്സ് ഉണ്ട്, പിന്നെ വേറൊരു ബോക്സ് വാങ്ങണം, സ്പൂണും വാങ്ങണം 2 എണ്ണം. ബേബിക്ക് കുഞ്ഞ് സ്പൂൺ ഇത് സെറ്റ് ആയിട്ടാണല്ലേ? 6 എണ്ണം ഇത് എടുക്കാല. പിന്നെ ടിഫിൻ ബോക്സ് ഒരെണ്ണം വേണം. അത്രയും മതി. ആ പിള്ളേരെ കുഞ്ഞ് ടിഫിൻ ബോക്സ് അത്രയും മതി. പിന്നെ നെസ്റ്റം വാങ്ങാനുണ്ട്. കാരണം ഇപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയതിന് പിന്നെ മരുന്ന് കൊടുത്ത് തീരണം വരെ നെസ്റ്റം കൊടുക്കാനാണ് ഡോക്ടർ പറഞ്ഞിരിക്കണം. നെസ്റ്റം വാങ്ങണം. തീർന്ന് ആ പാക്കറ്റ് അതും കൂടെ മേടിച്ച് നമുക്ക് പോവാം. എന്ത് നാളെ വെക്കാം. ഇത് എല്ലാം കിട്ടി. ഇനി ടിഫിൻ ബോക്സ് ചെറുത് മതി. റുവാപ്പിക്ക് വലുതാണ്, കുഞ്ഞിത് മതി. ഇത് കുറച്ച് വലുതാണ്. അവിടെ കൂടെ നോക്കാം. അവിടെ ഇത് പക്ഷെ കുറച്ച് വലുതായി കാരണം ആ ബാഗിൽ കൊള്ളൂല. കുഞ്ഞ് ബാഗാ വാങ്ങിച്ചേക്കണം. നമുക്ക് അവിടെ നോക്കാം. ഇല്ല നമുക്ക് താഴത്ത് നോക്കിട്ട് കിട്ടിയില്ലെങ്കിൽ ഇത് തന്നെ എടുക്കാം. നമ്മ ഇങ്ങോട്ട് വന്ന സമയത്ത് പിള്ളേരുടെ ഇങ്ങനത്തെ കണ്ടേണ്ട. പക്ഷെ ഡേ കെയറിൽ പോകണമെങ്കിൽ കൊടുക്കാൻ പറ്റില്ല. വീട്ടിൽ നിൽക്കുമ്പോഴൊക്കെ എനിക്ക് ഈ പ്ലേറ്റിലിട്ട് കൊടുക്കാം. നമ്മ അപ്പം ആകെ 79 രൂപ ഉള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരെണ്ണം ഇത് എടുക്കാം. അപ്പൊ നമുക്ക് ഈ സ്പൂൺ വേണ്ടാലോ? ഇതിൽ തന്നെ സ്പൂൺ ഉണ്ട് അല്ലേ? വേണ്ടാല, ഒരു സ്പൂൺ ഉണ്ട് ഇതിൽ തന്നെ. കാരണം ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിന്റെ ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇതെടുക്കാം അല്ലേ? ഇത് വേണ്ടാലോ. താഴെ വരാൻ പോവാൻ വേണ്ടിട്ട് എന്തിനാ ലിഫ്റ്റ് ഈ സ്റ്റെപ്പ് ഇറങ്ങിയാ മതി. നെസ്റ്റം വാങ്ങണം. റുവാപ്പിക്ക് മരുന്ന് വാങ്ങണം. കൈന് എത്ര ഉള്ളു? കുറച്ച് സാധനം മാത്രം എടുത്തിട്ടുള്ളൂ. പാമ്പേഴ്സ്, വൈപ്സ്. റൈസ് മാത്രം. റൈസ് ഫ്രൂട്ട്സ് കഴിക്കണ്ട്. ഡോക്ടർ നെസ്റ്റം റൈസിന്റെ കൊടുക്കാനാണ്. പിന്നെ നമ്മ 2 പ്രാവശ്യം നെസ്റ്റം സാധാ വാങ്ങിച്ചു, പിന്നെ ഒരു പ്രാവശ്യം ഫ്രൂട്ട്സിന്റെ വാങ്ങിച്ചു. ഫ്രൂട്ട്സും കൂടെ ചെങ്ങലാണെങ്കിൽ ചെല്ലോട്ടെ വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചത്. കഴിഞ്ഞല്ല പോവാലോ. ഒരു സിറപ്പ് വാങ്ങാനുണ്ടാവണ്ട വിറ്റാമിൻ. ഗൈസ് അങ്ങനെ വീടെത്തിയിട്ട് ബേബിക്ക് ഉള്ള ബാഗ് കണ്ടപ്പോ ഭയങ്കര സന്തോഷം. നാളെ ഇനി സന്തോഷമാണോ കരച്ചിലാണോ നല്ലതൊക്കെ അറിയാം. എല്ലാ സാധനവും മേടിച്ചിട്ട് നമുക്ക് സ്നാക്ക് എന്താണ് ടിഫിൻ ബോക്സ് കിട്ടിയില്ല. അപ്പൊ നാളെ പോയി മേടിക്കണം. മെഡിക്കൽ ഷോപ്പിൽ പോയത് വെറുതെ ആയി. ആ സാധനങ്ങളൊക്കെ വെച്ചിട്ടിരിക്കണ ആള്. റുവാപ്പി നമ്മ വന്നപ്പോഴത്തേക്കും ഉമ്മ ഷോപ്പിൽ നിന്ന് വന്നിട്ട് നല്ല ഫിഷ് കറിയും ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എന്താ പപ്പു കൊടുക്കട്ടെ. പിന്നെന്താണ് മീനിന്റെ പേര് ചോദിച്ചപ്പോ എന്നെന്തോ മീനിന്റെ പേര് പറഞ്ഞത്. കൊടുക്കട്ടെ കേട്ടോ. അങ്ങനെ ഞാനും അപ്പൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളേക്ക് എടുക്കാൻ പോണേണ്. ഇനിയിപ്പോ നാളെ രൂപ രാവിലെ ഡേ കെയറിൽ വിടണം. അപ്പൊ ചിലവരിങ്ങനെ ചോദിക്കൂല 9 മാസമല്ലേ ആയിട്ടുള്ളൂ, നിങ്ങക്ക് നോക്കാൻ പറ്റില്ല, എന്തിനാ ഡേ കെയറിൽ വിടണമെന്ന്. സത്യം പറഞ്ഞാൽ നമുക്ക് നല്ല വിഷമമുണ്ട്. കാര്യം നമുക്കിപ്പോ ഷോപ്പില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് നോക്കാനുള്ളൂ കൊച്ചിനെ. ഷോപ്പുള്ളാരണം സത്യം പറഞ്ഞ ഇപ്പൊ ഒന്നാമത് നല്ല ചൂടാണ്. പോരാത്തിന് നമ്മുടെ ആ ഷോപ്പിന്റെ ഡയറക്റ്റ് ആണ് വെയിലടിക്കണത്. അപ്പൊ രാവിലെ ഒരു 11 മണി തൊട്ട് വൈകിട്ട് ഒരു 6 മണി വരെ നല്ലോണം വെയിലടിക്കും. സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ പറ്റുള്ള ആവി കൊണ്ടും ചൂട് കൊണ്ടൊക്കെ. അപ്പൊ കൊച്ചിനായാലും 9 മാസമല്ലേ ആയിട്ടുള്ളൂ. അവക്കായാലും ഭയങ്കര ടാൻ അടിക്കണം, അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് അത് കാരണം ഉണ്ടാക്കണം. മെയിനായിട്ട് അതാണ് കാര്യം, ചൂട് കൊച്ചിന് ഇതാകണം കാരണം.
പിന്നെ എൻ്റെ ഉമ്മയ്ക്കായാലും ഷോപ്പുണ്ട്, അപ്പൂനും ഉമ്മക്കായാലും വർക്കുണ്ട്, അമ്മായിക്കായാലും വർക്കുണ്ട്. അപ്പോൾ അവർക്കും നോക്കാൻ പറ്റൂല. അപ്പോഴാണ് അവൾ കുറച്ച് സേഫ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഡേ കെയറിലാക്കണം. പിന്നെ എന്ന് വെച്ചാൽ തൊട്ടപ്പുറത്ത് തന്നെയാണ്, ഒരു ഇച്ചിരി നടന്നാൽ മതി അവിടെ ഇവിടെ പോയി കാണാൻ. അപ്പോൾ അത് കാരണം ഉണ്ടാകണം. അപ്പം ഞാനപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 2 ദിവസം നോക്കിയിട്ട് ആൾ കരയണില്ലെങ്കിൽ ഓക്കെ ആണെങ്കിൽ മാത്രം നമുക്ക് കണ്ടിന്യൂ ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് തന്നെ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, അത്രയൊക്കെ ഉണ്ടായുള്ളൂ. ഡേ കെയറിൽ പോകണ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം നാളെ തൊട്ട് ഡേ കെയറിൽ വിടും. അപ്പം ഞാൻ ഫസ്റ്റ് ഡേ ആയിട്ട് അടുത്ത വ്ലോഗ് ഇടാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് അതിന് വരെ സ്റ്റേ ട്യൂൺ.